ഹായ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനും കുഞ്ഞും മക്കളും രണ്ടുപേരും അത് എഴുന്നേറ്റു. ഞാൻ പല്ലൊക്കെ തേച്ച് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു കേട്ടോ. ആൽമണ്ടും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ 2 ബ്രെഡും ചീസായിരുന്നു ഞാൻ ബ്രെഡ് സ്പ്രെഡായിട്ട് യൂസ് ചെയ്തത്. പിന്നെ ഒരു ഗ്ലാസ് പാലും. അപ്പോൾ ഇതായിരുന്നു എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ഞാനിങ്ങനെ ഒന്നും കഴിക്കാറില്ല, പക്ഷേ വീട്ടിൽ വരുമ്പോൾ ചില സമയത്തൊക്കെ ഇങ്ങനെ കഴിക്കും, എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിക്കും കേട്ടോ. പിന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ എന്താ പറയുക, ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നല്ലതാണ് കഴിക്കുന്നതെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാനത് ഓൾറെഡി കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന പരിപാടിയായിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പം ഞാനിവിടെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് അങ്ങനെ സ്കിപ്പ് ചെയ്യാനൊന്നും പറ്റില്ല, അമ്മേനെ സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ 2 പേരും അമ്മൂമ്മയുടെ എൻ്റെയൊക്കെ കൂടെ ഇങ്ങനെ ഇരുന്ന് കളിക്കുമായിരുന്നു. പിന്നെ പെട്ടെന്ന് തോന്നി അമ്പലത്തിൽ പോകാമെന്ന്. അപ്പം ഞാൻ കുഞ്ഞിനെ ബദ്രുവിനെ കുളിപ്പിച്ചു കേട്ടോ. ബദ്രുവിനെ കുളിപ്പിച്ച് രാവിലെ തന്നെ കുളിച്ചതിൻ്റെ ക്ഷീണമാണ് ബദ്രുവിന്. കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവന് ഉറക്കം വന്നു. പിന്നെ പൊന്നൂട്ടൻ ഇങ്ങനെ കളിച്ച് നടക്കുക കേട്ടോ. അപ്പോൾ അവനെയും കുളിപ്പിക്കണം. പൊന്നൂട്ടനും ഞാനും അച്ഛനാണ് പോകുന്നത്. ബദ്രുവിനെ ഉറക്കി ഞാൻ അമ്മയുടെ അടുത്താക്കിയിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ പൊന്നൂട്ടനും കുളിച്ചു, ഞാനും കുളിച്ച് റെഡിയായി. ഇത് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയായി നിൽക്കുകയാണ്. ഇതെൻ്റെ അമ്മയുടെ ടോപ്പാട്ടോ ഞാൻ ഇട്ടപ്പോൾ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി, കാരണം എനിക്ക് അമ്മയുടെ ഡ്രസ്സൊന്നും കയറാറില്ല. പക്ഷേ ഇപ്പം ഞാൻ ഒരുപാട് വെയിറ്റ് കുറഞ്ഞതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഡ്രസ്സൊക്കെ സുഖമായിട്ട് ഇടാം കേട്ടോ. അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിലെത്തി. ലൈറ്റായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു, ചാറുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അമ്പലത്തിൽ പോയി തൊഴുതു. ഇപ്പോൾ പായസം ഉണ്ടായിരുന്നു, പായസം കൊണ്ടുവന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ പ്രസാദമൊക്കെ കഴിക്കാട്ടോ ഇരുന്നിട്ട്. അപ്പം മോന് പായസം അധികം കൊടുക്കുന്നില്ല, ഒരുപാട് മധുരമായിരുന്നു, കുറച്ച് ഞാൻ കൊടുത്തു. ഭഗവാന്റെ പായസമാണല്ലോ. പിന്നെ അവന് കടല ചന്ന ഉണ്ടല്ലോ, മറ്റേ വലിയ കാബൂളി കടല, അത് വേവിച്ചിട്ട് അവൻ അതൊരു ബൗള് കൊടുത്തു. അവനത് ഇഷ്ടമാണ് കഴിക്കുന്നത്, പിന്നെ പ്രോട്ടീൻ അല്ലേ, അപ്പം എനിക്കും അത് കഴിക്കുന്നതിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനത് കൊടുത്തു. അതിന് മുന്നേ അവൻ ബിസ്ക്കറ്റൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പല്ലൊക്കെ തേച്ചതിന് ശേഷം പാർലേജി ബിസ്ക്കറ്റ് കഴിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പൊന്നൂട്ടനെ ഉറക്കി. ബദ്രു ഉറങ്ങി കേട്ടോ. ബദ്രു ഭയങ്കര കുരുത്തക്കേടാണ്, പക്ഷെങ്കിലും അവനെ ഉറക്കി. ഉറങ്ങാനൊന്നും കുഴപ്പമില്ല കേട്ടോ മക്കൾ. അവർക്ക് ഇത് എൻ്റെ അനിയത്തിയാണ് കേട്ടോ, അവൾക്ക് ഇന്ന് എക്സാമാണ്. അപ്പോൾ അവൾ എക്സാമിന് പോവുമായിരുന്നു. അപ്പം ഞാൻ പിള്ളേരെ ഉറക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഫ്രീ ആയി. അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞുകൊണ്ട്, കുളി എന്ന് പറയുന്ന പ്രത്യേകിച്ച് ചടങ്ങൊന്നുമില്ല. പിന്നെ വീട്ടിലായതുകൊണ്ട് ഭയങ്കര സമാധാനം, റിലാക്സാണ്. പിള്ളേരുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ മറന്ന് കിടന്ന് ടി വിയൊക്കെ കാണാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ ഓർമ്മയിലൊരു 2-3 വർഷം അടുത്തായി ഞാൻ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഇരുന്നിട്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ മാക്സിമം ഇങ്ങനെ എൻജോയ് ചെയ്യാണ് കേട്ടോ വീട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ മാസ്റ്റർ ഷെഫ് ഓസ്ട്രേലിയ ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് തംബ്നെയിൽ കണ്ടപ്പോൾ അതിങ്ങനെ എടുത്ത് കണ്ടെന്നുള്ളൂ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് കണ്ടിരിക്കാൻ തോന്നി. അങ്ങനെ ഞാനത് കണ്ട് കുറേ സമയം ഇങ്ങനെ റിലാക്സ് ആയിട്ടിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ മുട്ടയാക്കിയിട്ട് ഫുഡ് കഴിച്ചു. അപ്പോൾ ഇന്ന് അത്ര വലിയ സ്പെഷ്യലുകളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ സാധാ കുറച്ച് കറികളും, അപ്പോൾ അതിൻ്റെ കൂടെ ഒരു മുട്ടയും ആക്കി. താറാവ് മുട്ടയായിരുന്നു. എനിക്ക് താറാവ് മുട്ട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ആക്കി അത് കഴിച്ചായിരുന്നു. വെണ്ടയ്ക്ക തോരൻ, ചന്ന മസാല, പിന്നെ മാങ്ങാച്ചാർ, പിന്നെ മുട്ടയായിരുന്നു. അപ്പം അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ കുറേ സംഭവങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടോ. എൻ്റെ മമ്മി, അതായത് എൻ്റെ അമ്മയുടെ ചേച്ചി വല്യമ്മ, മമ്മിയും വല്യമ്മയുടെ മോള്, അതായത് എൻ്റെ ചേച്ചിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ സമയം ഞങ്ങൾ സംസാരിച്ചും കത്തിവെച്ചൊക്കെ ഇരുന്നിട്ട് ഫോൺ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒക്കെ മറന്നു പോയിട്ടോ. പിന്നെ പിള്ളേർക്ക് പഴം പുഴുങ്ങാൻ വെച്ചു. അവർ ഒരുപാട് കളിച്ച്, പൊന്നൂട്ടൻ ഒരുപാട് കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് വൈകുന്നേരം സ്നാക്കായിട്ട് ഞാൻ പഴം പുഴുങ്ങിയതാണ് ഇപ്പോൾ കൊടുത്തത്. പിന്നെ അച്ഛൻ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ഞങ്ങൾ ചിക്കനാണ് വെച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിന് മുന്നേ ഈസി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് റെസിപ്പി. അപ്പോൾ അങ്ങനെയുള്ളൊരു ചിക്കൻ കറി കേട്ടോ ഞാൻ വെക്കുന്നത്. റോസ്റ്റ് അല്ല, ഞാൻ കറിയാക്കിയിട്ടാണ് വെച്ചത്, ഗ്രേവി ആയിട്ട്. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റെസിപ്പി അറിയാത്തവർ ആ ഒരു വീഡിയോ പോയി കാണും കേട്ടോ. അതിൽ വളരെ ഈസി ആൻഡ് സിമ്പിൾ ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണ്. എന്നാൽ ഒട്ടും ടേസ്റ്റ് മോശമില്ലാത്ത രീതിയിൽ. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ പൊറോട്ടയും ചിക്കൻ കറിയാണ് കഴിച്ചത്. പൊറോട്ട 1-1.5 പൊറോട്ടയാട്ടോ കഴിച്ചു. നിങ്ങളൊക്കെ എങ്ങനെ പൊറോട്ട കഴിക്കാമെന്ന് പറയൂട്ടെ. എത്ര എണ്ണം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും? എന്നെ കാണുന്ന പോലെയല്ല, എനിക്ക് പൊറോട്ട കഴിക്കാൻ കപ്പാസിറ്റി കുറവാണ്. ഇഷ്ടമാണ്,
പക്ഷേ ഞാൻ ചോറാണ് നല്ലോണം കഴിക്കുക. എനിക്ക് പൊറോട്ട കഴിക്കാൻ എനിക്കൊന്നാമത് അത് വലിച്ചെടുക്കാൻ തന്നെ മര്യാദയ്ക്ക് അറിയില്ല. പൊറോട്ട ചപ്പാത്തി ആയാലും എനിക്കിങ്ങനെ വലിച്ചെടുക്കുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. എനിക്കിങ്ങനെ കുറേ ഇങ്ങനെ പൊട്ടിച്ചിട്ടിട്ട് അങ്ങനെ കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെയൊക്കെയാണ്. പിന്നെ കുട്ടികൾ കളിക്കാൻ തുടങ്ങി. 2 പേരും വൈകുന്നേരം ഭയങ്കര കളിയായിരിക്കും. വൈകുന്നേരമേ അവർക്ക് ടി വി ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം. അങ്ങനെ ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങി.